So, last class we were talking about uh, two types of lathes, capstan lathe and turret lathe. Different difference between this capstan lathe and turret lathe. Then, what is the difference between this center lathe and capstan and turret lathe? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. സോ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതാണെങ്കിൽ എന്താ ക്യാപ്സ്റ്റൻ ലെയ്ത്ത് ആൻഡ് ടററ്റ് ലെയ്ത്ത് എന്ന് പറയുന്നത് രണ്ടും ഒരു സ്പെഷ്യൽ പേർപ്പോസ് ലെയ്ത്ത് ആണ് അല്ലേ. സ്പെഷ്യൽ പേർപ്പോസ് സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്സ്റ്റൻ ലെയ്ത്തും ടററ്റ് ലെയ്ത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ്. സോ ക്യാപ്സ്റ്റൻ ലെയ്ത്ത് ആൻഡ് ടററ്റ് ലെയ്ത്തിൻ്റെ മേജർ ഡിഫറൻസ് എന്താ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടററ്റിൻ്റെ അല്ലേ, ടററ്റ് ഹെഡ്, അതായത് ടററ്റ് ഹെഡ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ടററ്റ് ഹെഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ടററ്റ് ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഹെഡ് സ്റ്റോക്ക് അല്ല, ഹെഡ് സ്റ്റോക്കിന് നമ്മൾ സാധാരണ ഒരു സെൻട്രൽ ലെയ്ത്തിൽ ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും. ഇതിലും ഹെഡ് സ്റ്റോക്സ് ഉണ്ട്. ടെയിൽ സ്റ്റോക്കിന് പകരം അല്ലേ, ടെയിൽ സ്റ്റോക്കിന് പകരം നമ്മൾ ഇവിടെ ഒരു ടെയിൽ സ്റ്റോക്ക് പറഞ്ഞൊരു പരിപാടി ഇല്ല അല്ലേ. അതായത് ക്യാപ്സ്റ്റൻ ലെയ്ത്ത് ആൻഡ് ടററ്റ് ലെയ്ത്തിൽ ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പാർട്ട് ഇല്ല. അതിന് പകരം ടററ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് അല്ലേ. സോ ടററ്റ്, സോ വാട്ട് യു മീൻ ബൈ ടററ്റ്? ടററ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോപ്പ് യു ഓൾ റിമെമ്പർ വാട്ട് യു മീൻ ബൈ ടററ്റ്. എന്തായിരുന്നു ടററ്റ്? ടററ്റ് ഈസ് എ ഹെക്സഗണൽ ഷേപ്പ്ഡ് ടൂൾ ഹോൾഡർ അല്ലേ. ഒരു ഹെക്സഗണൽ ഷേപ്പുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂൾ ഹോൾഡിങ് അല്ലേ. കുറേ ഡിഫറെൻറ്റ് ടൂൾസ് അറ്റ് എ ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ആണ്. ഓക്കെ, അതായത് ഒരു ടൂൾ ഹോൾഡർ പോലെ ഉള്ള ഒരു സാധനമാണ് ടററ്റ് എന്ന് പറയുന്നത്. സോ ഇൻ വിച്ച് ഈച്ച് ഫേസ് ഓഫ് ദിസ് ടററ്റ് ഈസ് ആക്യുറേറ്റ്ലി മെഷീൻഡ് അല്ലേ. അപ്പോൾ ഈ ക്യാപ്സ്റ്റൻ ലെയ്ത്ത് ടററ്റ് ലെയ്ത്തിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? What was the major difference between a capstan lathe and turret lathe? It was the turret head അല്ലേ. ഹെഡ് എവിടെ മൗണ്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ഒന്ന് ഹെവി ഡ്യൂട്ടി മെഷീനാണ്, ടററ്റ് ലെയ്ത്ത് എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടി മെഷീനാണ്, ക്യാപ്സ്റ്റൻ ലെയ്ത്ത് എന്ന് പറയുന്നത് ലൈറ്റ് ഡ്യൂട്ടി മെഷീനാണ്. ആൻഡ് വൺ ഓഫ് ദ മേജർ ഡിഫറൻസ് വാസ് ദാറ്റ് ടററ്റ് ഹെഡ് പ്ലേസ്മെന്റ് അല്ലേ. ടററ്റ് ഹെഡ് എങ്ങനെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിഫറൻസ് ഉണ്ടായിരുന്നത്. So in capstan lathe, turret head is mounted on the ram, and the ram will be mounted on the saddle, and this ram will be movement അല്ലേ. അപ്പോൾ ആ ഒരു റാമിൻ്റെ മൂവ്മെൻറ്റ്, ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്, ടററ്റിൻ്റെ ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് കുറച്ച് കുറവായിരിക്കും. ടററ്റിലാണെങ്കിൽ ടററ്റ് ഹെഡ് ഈസ് ഡയറക്ട്ലി മൗണ്ടഡ് ഓൺ ദ സാഡിൽ അല്ലേ. സാഡിൽ സ്ലൈഡ്സ് ഓവർ ദ ബെഡ് വേസ്, റൈറ്റ്. സോ ദിസ് ലെങ്ത് ഓഫ് വൈസ് മൂവ്മെൻറ്റ് ഓഫ് ദ ടററ്റ് വിൽ ബി മോർ അല്ലേ. ഇനി മേജറായിട്ടുള്ള ഒരു ഡിഫറൻസ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആസ് എ ടററ്റ് അല്ലേ, ടററ്റ് ഹെഡിൽ നമുക്ക് ടററ്റ് ഹെഡിൻ്റെ മൂവ്മെൻറ്റ് ഈസിയാണ്. ടററ്റ് ലെയ്ത്തിൽ ടററ്റ് ഹെഡിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് ടഫാണ് അല്ലേ. ടോട്ടലി, അതായത് ആ ഒരു ടോട്ടൽ സാഡിലടക്കം മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു മൂവ് ദ ടററ്റ് ഹെഡ് അലോങ് വിത്ത് ദ സാഡിൽ, റൈറ്റ്. സോ ലോങ് വർക്ക് പീസസ് മെഷീൻ ചെയ്യാനാണ് ടററ്റ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് വർക്ക് പീസസ് മെഷീൻ ചെയ്യാനാണ് നമ്മൾ ക്യാപ്സ്റ്റൻ ലെയ്ത്ത് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു ഓൾ റിമെമ്പർ ദ കമ്പാരിസൺ വെൽ അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെന്ന് മാത്രം, ജസ്റ്റ് എല്ലാ പോയിന്റ്സും ഒന്നും പറഞ്ഞിട്ടില്ല. ഹോപ്പ് യു ഓൾ റിമെമ്പർ ദാറ്റ്. എന്താണ് ക്യാപ്സ്റ്റൻ ലെയ്ത്ത്, എന്താണ് ടററ്റ് ലെയ്ത്ത്, റൈറ്റ് ഇല്ലേ? പോയോ? ഹലോ, യെസ്. സോ എന്ന് പറഞ്ഞു ദാറ്റ് വാസ് ക്യാപ്സ്റ്റൻ ലെയ്ത്ത് ആൻഡ് ടററ്റ് ലെയ്ത്ത്. അതായത് അതിൽ നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ലെയ്ത്തിൻ്റെ ഡിഫറൻസ് എന്നല്ല അതിൽ പറയാം. അതിനെ എന്താ പറയുന്നത്? സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത് വിച്ച് ഇസ് സെമി ഓട്ടോമാറ്റിക് ലെയ്ത്തിൻ്റെ ചെറിയൊരു ഭാഗം ആയിട്ട് വരും, റൈറ്റ്. നൗ വാട്ട് യു മീൻ ബൈ ഓട്ടോമാറ്റിക് ലെയ്ത്ത്? എന്താണ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്? ഓക്കെ, എന്താണ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്? എന്താണ് ഓട്ടോമാറ്റിക് ലെയ്ത്ത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റ്, ഹൈലി ഓട്ടോമാറ്റഡ് മെഷീൻ ടൂൾസിനെ, അതിൻ്റെ ലെയ്ത്ത് ഫാമിലിനെ കറക്റ്റായിട്ട് സെമി ഓട്ടോമാറ്റ്സ് ആൻഡ് ഓട്ടോമാറ്റ്സ് എന്നുള്ള രീതിയിലാണ് മാറ്റുന്നത്. ഓക്കെ, സെമി ഓട്ടോമാറ്റിക്സ് ആൻഡ് ഓട്ടോമാറ്റ്സ്. ഓക്കെ, സോ ഇതിൽ ഫുള്ളി ഓട്ടോമാറ്റിക് വർക്ക് സൈക്കിളിൽ വരുന്നതാണ് ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്സ്. ഓക്കെ, ഓട്ടോമാറ്റിക്സ്.
സോ ഓട്ടോമാറ്റിക് സ്ലേറ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സെമി ഓട്ടോമാറ്റിക് ലാണെങ്കിൽ നമുക്ക് അല്ലെ, സെമി ഓട്ടോമാറ്റിക് പെർഫോമൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. സോ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആകുന്നത് അല്ലേ, റൈറ്റ്? സോ ഹൗ ഇറ്റ് വർക്ക്സ്, ഓക്കെ, എന്താണ് സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഓക്കെ, സോ ഓട്ടോമാറ്റിക്സ് ആൻഡ് സെമി ഓട്ടോമാറ്റിക്സ് അല്ലേ, നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ് അല്ലേ. ജസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. നൗ ക്യാപ്സ്റ്റൺ ലെയ്ത്ത് ടാർക്ക് ലെയ്ത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, ഡിഫറൻസിലാണ് വരുന്നത്. സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഡിഫറൻസിലാണ് വരുന്നത് അല്ലേ. ലൈക്ക് വൈസ് വി ഹാവ് ജസ്റ്റ് സീൻ. സോ ഓട്ടോമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ദിസ് ഈസ് ജസ്റ്റ് ഓട്ടോമാറ്റിക് ലേറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിൽ look into this automats. Okay, കാണാൻ പറ്റുന്നില്ലേ? റൈറ്റ്. സോ ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? These are the machine tools in which components are machined automatic. Okay, ഡിഫറെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ടൂൾസിനെയാണ് ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്നത്. സോ ദ വർക്ക് സൈക്കിൾ ഈസ് ഫുള്ളി ഓട്ടോമാറ്റിക് അല്ലേ. ദാറ്റ് ഈസ് ടു ബി റിപ്പീറ്റഡ്, പ്രൊഡ്യൂസ് ഐഡൻറ്റിക്കൽ പാർട്സ് വിത്തൗട്ട് പാർട്ടിസിപ്പേഷൻ ഓഫ് എ ഓപ്പറേറ്റർ. അപ്പം നമുക്ക് ഓപ്പറേറ്ററിൻ്റെ പാർട്ടിസിപ്പൻസ് ഇല്ലാതെ നമ്മളൊരു ടോട്ടൽ വർക്ക് സൈക്കിൾ ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക് ആവുന്നു എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഓക്കെ, സോ ഓട്ടോമാറ്റ്സ് അല്ലേ. So all the working ideal operations are performed in a definite sequence by control systems adopted in particular automats അല്ലേ. ഒരു ഓട്ടോമാറ്റ്സിൽ ഓൾറെഡി പല കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടാവും. ആ കൺട്രോൾ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ് വർക്കിംഗ് ആയാട്ടെ അല്ലെങ്കിൽ ഐഡിയൽ ഓപ്പറേഷൻസ് ആയിക്കോട്ടെ എന്തായാലും കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓട്ടോമാറ്റ്സ് can be classified as different types ഉണ്ട്. Okay, according to the type of work material used, bark stock machine and chucking machine, according to the number of spindle, single spindle and multi spindle, according to the position of spindle, horizontal spindle and vertical spindle, according to the use, general purpose machine and single purpose machine, according to the feed control, single cam shaft rotating at constant speed, single cam shaft in 2 speeds, 2 cam shafts. Okay, ഇത്രയും ഡിഫറെൻറ്റ് ഓട്ടോമാറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് മെയിനായിട്ട് പൊതുവെ നിങ്ങളോട് ചോദിക്കാറ് എന്താണ്, ക്യാപ്സ്റ്റൺ ലെയ്ത്ത് ടാർക്ക് ലെയ്ത്തിലാണ് മാക്സിമം കോൺസെൻട്രേഷൻ ഉണ്ടാവുക. ബട്ട് കമ്മിങ് ടു ദിസ് ഓട്ടോമാറ്റ്സ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഡിഫറെൻറ്റ് കമ്പാരിസൺ ഓഫ് ഓട്ടോമാറ്റ്സ് ആൻഡ് സെമി ഓട്ടോമാറ്റിക്സ്. ഓക്കെ, അപ്പം അതിലോട്ടാണ് കിടക്കുന്നത്. അതിന് മുന്നേ ഓട്ടോമാറ്റ്സ് സാധാരണ കൺവെൻഷണൽ ലെയ്ത്തും തമ്മിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, മാസ് പ്രൊഡക്ഷൻ അല്ലെ, ഐഡൻറ്റിക്കൽ പാർട്സിൻ്റെ മാസ് പ്രൊഡക്ഷൻ. ഈ മാസ് പ്രൊഡക്ഷൻ എന്ന് മാത്രം എഴുതുന്നത് ഡിഫറൻസ് ഉണ്ട്. മാസ് പ്രൊഡക്ഷൻ നമുക്ക് സെമി ഓട്ടോമാറ്റിക്സും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മാസ് പ്രൊഡക്ഷൻസിൽ നമ്മൾ സെമി ഓട്ടോമാറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ഐഡൻറ്റിക്കൽ പാർട്സിന് ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഓട്ടോമാറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ അത് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. So mass production of identical parts, okay, high accuracy is maintained high accuracy, time of production is minimized, less floor space is required, unskilled labor is enough അല്ലേ, കാരണം എല്ലാം ഓട്ടോമാറ്റിക് ആണ് അല്ലേ. അതായത് നമുക്ക് കോൺസെപ്റ്റ് എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രം മതി അല്ലേ. ബാക്കിയുള്ള നമ്മൾ ഈ പറയുന്നത് പോലെ ഇത് ചെയ്യാനുള്ള സ്കില്ല് വേണ്ട. ഓക്കെ, ലേബർ സ്കിൽ, അൺസ്കിൽഡ് ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സെൻസിലാണ്. ഓക്കെ, ഒന്നും അറിയാത്ത ഒരാളെ പിടിച്ചിരുത്തുക എന്നുള്ളതല്ല. സോ നമുക്കിപ്പോൾ ഒരു സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സാധാരണ ഒരു ലെയ്ത്താണെങ്കിൽ നമുക്കിത് ചെയ്യാനൊക്കെ അറിയണം, റൈറ്റ്? എങ്ങനെ പോകണം, എത്ര ഫീഡ് കൊടുക്കണം, എത്ര സ്പീഡിൽ അത് സെറ്റ് ചെയ്യണം അല്ലേ. ദർ ആർ ഡിഫറെൻറ്റ് തിങ്സ് അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽസ്, അക്കോർഡിംഗ് ടു തിങ്സ് അല്ലേ. ഇപ്പം ഇതിന് അങ്ങനെയല്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് അത് ഓൾറെഡി ഒരു കൺട്രോൾ സിസ്റ്റത്തിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ വർക്ക്, റൈറ്റ്? സോ കോൺസ്റ്റൻറ്റ്
flow of productions will be there. Okay, ബാർ സ്റ്റോക്ക് ഇസ് ഫീഡ് ഓട്ടോമാറ്റിക്കലി, റൈറ്റ്. നേരത്തെ ബാർ സ്റ്റോക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കൽ ഫീഡിങ് സെമി ഓട്ടോമാറ്റിക്കൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ബാർ ഫീഡിങ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് അല്ലേ, എങ്ങനെ കാണിച്ചല്ലേ, എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ലേ. യെസ്, ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ഓട്ടോമാറ്റ്സ് ആൻഡ് സെമി ഓട്ടോമാറ്റ്സ് ഡിഫറൻസ്. ഓക്കെ, മെയിനായിട്ട് വരുന്ന ഓട്ടോമാറ്റിക് ആൻഡ് സെമി ഓട്ടോമാറ്റിക് ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോമാറ്റ്സ് അല്ലേ. ഓട്ടോമാറ്റ്സ് നോക്കാം നമുക്ക്. ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് വർക്ക് പീസസ് ആർ ഡൺ ഓട്ടോമാറ്റിക്കലി അല്ലേ. ഇത് സെമി ഓട്ടോമാറ്റിക്കലി മാനുവലി ആണ്, റൈറ്റ്. അതാണ് മെയിൻ ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ലോഡിങ്ങും അൺലോഡിങ്ങും, വർക്ക് പീസ് നമ്മൾ ലോഡ് ചെയ്യുക അൺലോഡ് ചെയ്യുക, ഇത് നമ്മൾ സെമി ഓട്ടോമാറ്റിക് മെഷീനിലാണെങ്കിൽ ഓപ്പറേറ്റർ ആണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഓട്ടോമാറ്റ്സിൽ ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ്. ഓക്കെ, ഇനി ഓട്ടോമാറ്റ്സിൽ ഫീഡിങ് ഓഫ് ബാർ സ്റ്റോക്സ് ആൻഡ് ബ്രിങ്ങിങ് ദ ടൂൾസ് ടു കറക്റ്റ് മെഷീനിങ് പൊസിഷൻസ് ആർ ഡൺ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ദീസ് ആർ ഡൺ മാനുവലി ഇൻ സെമി ഓട്ടോമാറ്റിക്സ്. സെമി ഓട്ടോമാറ്റിക്സിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീഡ് മാത്രമാണ്. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ബാർ സ്റ്റോക്ക് ഫീഡിങ്ങും ആ ടൂള് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ഓട്ടോമാറ്റിക്സ് ആണ്, ഓട്ടോമാറ്റിക്കലി ആണ്. ഓക്കെ, സോ സെമി ഓട്ടോമാറ്റിക്കൽ അങ്ങനെയല്ല. ദർ ആർ പാർട്സ് ടു ബി ഡൺ മാനുവലി. ഓക്കെ, സോ എ സിംഗിൾ ഓപ്പറേറ്റർ ക്യാൻ അറ്റൻഡ് നമ്പർ ഓഫ് മെഷീൻസ് വെൻ ദേ ആർ അറേഞ്ച്ഡ് ടുഗെദർ ആസ് എ ഗ്രൂപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്. അതായത് ഈ മെഷീൻ ഷോപ്പിൽ ആക്ച്വലി നിങ്ങൾക്കിപ്പോൾ ഒരു മെഷീൻ ഷോപ്പൊക്കെ എങ്ങനെ ഉണ്ടാവുക എന്നൊരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ഹൗ ഇൻഡസ്ട്രി ലുക്സ് ലൈക്ക്? എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു വർക്കിങ്ങിൻ്റെ ഒരു സ്ഥലം എങ്ങനെയാണ് പൊതുവെ ഉണ്ടാവുക എന്നൊരു ഐഡിയ ഉണ്ടോ? ഇറ്റ് ഡിപ്പെൻസ്. ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ എന്താണോ വേണ്ടത്, നമ്മുടെ വാട്ട് വി നീഡ്, വാട്ട് വി ആർ ഗോയിങ് ടു മാനുഫാക്ചറിങ്, വാട്ട് ഇസ് ദ ഔട്ട്പുട്ട്, വാട്ട് വി ഹാവ് ബീങ് ഡൺ, അത് ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് എടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ദർ ആർ സം ഇപ്പോൾ ഫോർഡില്ലേ, ഫോർഡ്, റൈറ്റ്. ഫോർഡ് ഉണ്ട്, ടൊയോട്ട ഉണ്ട്, ടാറ്റ ഉണ്ട് അല്ലേ. ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് കമ്പനീസിലും ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കാറ് വരുന്നത് കൊണ്ടല്ല, മാനുഫാക്ചറിങ് ടെക്നിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് അതിൻ്റെ സെറ്റപ്പുകൾ എങ്ങനെ, ആദ്യം എന്ത് ചെയ്യുന്നു, രണ്ടാമത് അതെങ്ങനെ ചെയ്യുന്നു, അത് എവിടെയൊക്കെ വെച്ച് ചെയ്യുന്നു, അത് ആ ഒരു ചെറിയ കാര്യം വരെ ഡിഫറൻസ് ഉണ്ട് എന്നാണ് ശരിക്കും പറയപ്പെടുന്നത്. ഓക്കെ, സോ ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ശരിക്കും നമുക്ക് ആദ്യം ഒരു ബോഡി വരുന്നു അല്ലേ, ബോഡി ഫിനിഷിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ സംഭവം ഒരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, ഒരു പർട്ടിക്കുലർ സാധനം മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ പല പല യൂണിറ്റ്സിൻ്റെ ആവശ്യങ്ങളുണ്ട്. സോ ഹൗ ദീസ് യൂണിറ്റ്സ് ഓർ ഹൗ ദീസ് മെഷീൻസ് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് അല്ലേ, അറേഞ്ച്ഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് വെൽ. അപ്പം അത് ഡിഫറൻസ് ഉണ്ട്. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, സാധാരണ ഒരു ലെയ്ത്തിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നതാണെങ്കിൽ, സോ ഒരു പർട്ടിക്കുലർ ഓട്ടോമാറ്റിക് കുറേ പെർട്ടിക്കുലർ ഓട്ടോമാറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഓട്ടോമാറ്റിക്കലി ഡൂയിങ് മെഷീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒരു കൺട്രോൾ സിസ്റ്റം ആയിരിക്കും. സോ ദിസ് കൺട്രോൾ സിസ്റ്റം ക്യാൻ റിയലി control these all number of machines. Okay, so ആ ഒരു സിംഗിൾ ഓപ്പറേറ്റർ മതി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ. സെമി ഓട്ടോമാറ്റിക്കൽ അങ്ങനെയല്ല. ആൻ ഓപ്പറേറ്റർ ക്യാൻ അറ്റൻഡ് ടു ഓൺലി 1 or 2 മെഷീൻസ് അറ്റ് എ ലൈൻ. ഓക്കെ, ഒരു ലൈനിലുള്ള 1 or 2 മെഷീൻസിനെ മാത്രമേ ഒരു ഓപ്പറേറ്റർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രൊഡക്ഷൻ ടൈമിംഗ് ആൻഡ് കോസ്റ്റ് ഇസ് ലെസ്. ഓക്കെ, ഒരിക്കലും സെമി ഓട്ടോമാറ്റിക്കലി ലെസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് comparing to automats, it is not so less. Okay, and automats എന്ന് പറയുന്നത് are best suitable for production of small size components. Okay, and semi automatics, this is a very good ആപ്ലിക്കേഷൻ്റെ ലെവലിൽ നോക്കിയാണ് ഇതൊരു നല്ലൊരു ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കമ്പാരിസൺ ആണ്. ഓട്ടോമാറ്റ്സ് എന്നുള്ളത് ചെറിയ ചെറിയ പാർട്സുകൾ, ഐഡൻറ്റിക്കൽ പാർട്സ്
സ്മോൾ സൈസ് ഐഡന്റിക്കൽ പാർട്സ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദിസ് പ്രൊഡക്ഷൻസ്. ഇൻ സെമി ഓട്ടോമാറ്റ്സ് നമുക്ക് ലാർജ് കമ്പോണൻസ് ഉണ്ടാക്കാനാണ് മാനുഫാക്ചറിങ് ലാർജ് കമ്പോണൻസ്. ഓക്കെ, സ്യൂട്ടബിൾ ഫോർ ലാർജ് കമ്പോണൻസ്. ആൻഡ് ഓട്ടോമാറ്റ്സ് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ ഈസ് ഹൈ. ഓക്കെ, സെമി ഓട്ടോമാറ്റിക്കിൽ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കിനേക്കാളും കുറച്ച് കുറവായിരിക്കും. ഓക്കെ, സോ ഓട്ടോമാറ്റ്സ് ആൻഡ് സെമി ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്ന ഡിഫറൻസ് ഇതാണ്. റൈറ്റ്, ഇറ്റ്സ് ക്ലിയർ അല്ലേ? ഡയറക്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സെമി ഓട്ടോമാറ്റ്സ് ആൻഡ് ഓട്ടോമാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണുള്ളത്. ഇസ്ന്റ് ഇറ്റ്? ഇതിലൊരു വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഹലോ, പോയോ? ഹലോ, ഓക്കെ. സോ ഓട്ടോമാറ്റ്സ് എന്നല്ലേ അല്ലെ, ഓട്ടോമാറ്റിക് മെഷീൻ ടൂൾസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ലെയ്ത്ത് ഓർ ഓട്ടോമാറ്റ്സ്. ഓക്കെ, ടോട്ടൽ മെഷീൻ സെറ്റപ്പ്, എല്ലാ മൂവ്മെൻറ്റ്സുകൾ, സൈക്കിൾസ്, ലോഡിങ്, അൺലോഡിങ് എല്ലാം പെർഫോം ചെയ്യുന്നത് ഒരു ഓപ്പറേറ്ററിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെയാണ്. ഓക്കെ, പക്ഷേ സെമി ഓട്ടോമാറ്റിക്കിൽ ഈ പറയുന്ന ലോഡിങ്ങും അൺലോഡിങ്ങും ഓക്കെ അത് ശരിക്ക് അക്കംപ്ലിഷ് ചെയ്യുന്നത് ബൈ ദ ഓപ്പറേറ്റർ തന്നെയാണ്. ഓക്കെ, റൈറ്റ്? ഓക്കെ, നൗ let's see, we have another difference. അത് ആ ഡിഫറൻസ് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു അല്ലേ, ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്നത് ബൈ സിംഗിൾ സ്പിൻഡിൽ ആൻഡ് മൾട്ടി സ്പിൻഡിൽസ് ഉണ്ട് അല്ലേ. സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ് ആൻഡ് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ് ഉണ്ട്. ഓക്കെ, ദർ ആർ 2 ടൈപ്സ് ഓഫ് ഓട്ടോമാറ്റ്സ്. സിംഗിൾ സ്പിൻഡിൽ, സ്പിൻഡിലിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണെങ്കിൽ വി ഹാവ് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ്സ് ആൻഡ് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ്സ്. ഈവൻ സിംഗിൾ സ്പിൻഡിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്പിൻഡിൽ തന്നെ വേറെ പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ് എന്ന ഒരു സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റ്, ഓക്കെ, ഓട്ടോമാറ്റിക് സ്ക്രൂ ടൈപ്പ് ഓട്ടോമാറ്റ്സ്, ഇതൊക്കെ ഒരു സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ് ആണ്. ഓക്കെ, മൾട്ടി സ്പിൻഡിൽ പല ടൈപ്സുകളുണ്ട്. ഓക്കെ, സ്പെഷ്യൽ ടൈപ്പ്, കട്ടിംഗ് ഓഫ് ബാർ ടൈപ്പ്, അങ്ങനെ കുറച്ച് ടൈപ്സുകളുണ്ട്. സോ വാട്ട് ഈസ് എ സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ്സ് ആൻഡ് വാട്ട് ഈസ് എ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, സ്പിൻഡിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ എന്താണ് സ്പിൻഡിൽ. ഓക്കെ, അപ്പം ഓട്ടോമാറ്റ്സിൽ ലെയ്ത്തിൽ അല്ലേ, ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആണെന്ന് വിചാരിക്കുക. ലെയ്ത്തിൻ്റെ കാര്യമാണ് പഠിക്കുന്നത് അല്ലേ, ഓട്ടോമാറ്റിക് ലെയ്ത്ത്. സെമി ഓട്ടോമാറ്റ് ആൻഡ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്സ് ഉണ്ട്. സോ ഹൗ വി ആർ ബീങ്, അപ്പം ലെയ്ത്തിൽ ഒരൊറ്റ സിംഗിൾ സ്പിൻഡിലുള്ള ലെയ്ത്ത് ആണെങ്കിൽ ആണ് നമ്മൾ സിംഗിൾ സ്പിൻഡിൽ എന്ന് പറയുന്നത്. മൾട്ടി സ്പിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം അല്ലേ. സോ ദർ ആർ 2, 4, 6 and 8. ഓക്കെ, 2, 4, 6, 5, 8 സ്പിൻഡിൽസ് ഉള്ളതാണെങ്കിൽ നമ്മളതിനെ മൾട്ടി സ്പിൻഡിൽ എന്ന് പറയും. അതായത് അറ്റ് എ ടൈം മോർ ദാൻ 1 വർക്ക് പീസസ് നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റും എന്നർത്ഥം. മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ്സിൽ മോർ ദാൻ 1, ഓക്കെ, മോർ ദാൻ 1 വർക്ക് പീസ് മെഷീൻ ചെയ്യാൻ പറ്റും എന്നർത്ഥം. സോ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ ആൻഡ് ഓക്കെ, റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ, ടൂൾ സെറ്റിംഗ് ടൈം ഈസ് മോർ, കാരണം അത്രയും ടൂൾസ് ഉണ്ടാവും, ടൂൾ കോസ്റ്റ് ഈസ് മോർ, റൈറ്റ്? ഈ ഡിഫറൻസ്, അതായത് എന്താണ് സിംഗിൾ സ്പിൻഡിൽ നിന്ന് മൾട്ടി സ്പിൻഡിലോട്ട് പോകുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. സോ ദ വൺ ഓഫ് ദ അതിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സിംഗിൾ സ്പിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സ്പിൻഡിൽ അല്ലേ, ദർ ഇസ് 1 സ്പിൻഡിൽ ഓൺലി. ആൻഡ് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ്സ് ആൻഡ് ദർ ആർ 2 to 4 5 6 or maybe there are different types of number of spindles. Okay, multi spindle automatic lathe. Can you see? കാണാൻ പറ്റുന്നല്ലേ?
Yes, sir. യെസ്. മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് മെഷീൻ എന്താണെന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ദിസ് ഇസ് എ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത്. മൾട്ടി സ്പിൻഡിൽസ് കണ്ടില്ലേ, ഡിഫറെൻറ്റ് വർക്കിങ്സ്, ഡിഫറെൻറ്റ് ടൈംസ്, കാണാൻ പറ്റുന്നില്ലേ? Sir. 6 സ്പിൻഡിൽ വേറെ വേറെ വർക്കുകളാണ് നടക്കുന്നത്. Can you see that? ആഫ്റ്റർ ലോഡിങ് അല്ലേ, ഒരു ലോഡിങ് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത്. ഓക്കെ, can see, that's it. അതിൽ തന്നെ വർക്ക് ഫസ്റ്റ് വണ്ണിൽ ഫേസിങ് ആൻഡ് റഫ് ടേണിങ് നടക്കും, റൈറ്റ്? ഓക്കെ, റൈറ്റ്. അതായത് ഇവിടെ നിന്ന് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് പോകുന്ന സമയത്തൊക്കെ മൾട്ടി സ്പിൻഡിൽ അറ്റ് എ ടൈം അല്ലെ ഡിഫറെന്റ് മെഷീനിങ് സംഭവിക്കുന്നുണ്ട്, റൈറ്റ്? യു അണ്ടർസ്റ്റാൻഡ് എന്താണ് സംഭവിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലോ. സോ വാട്ട് യു മീൻ ബൈ മൾട്ടി സ്പിൻഡിൽ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അത് സിംഗിൾ സ്പിൻഡിലും മൾട്ടി സ്പിൻഡിലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കാണിച്ചൊരു കാര്യമാണ്. ഞാൻ കുറേ നമ്പർ ഓഫ് ഇത് ഡിഫറൻസസ് പറയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരെണ്ണം കാണിച്ചാൽ ദാറ്റ്സ് ഇനഫ് എന്ന് മനസ്സിലായി തോന്നി, അതാണ് അങ്ങനെ കാണിച്ചത്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഡിഫറെൻറ്റ് ടൂൾസ് തന്നെ മാറുന്നുണ്ട്. ഓക്കെ, ടൂൾസ് മാറുന്നതനുസരിച്ചിട്ട് ഇപ്പം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ടൂള് ഓരോ സ്പിൻഡിൽ ഓരോരോ വർക്ക് ദിസ് വിൽ ടേൺ അറൗണ്ട്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, യെസ്. ഇതിനാണ് നമ്മൾ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ സർ. സിംഗിൾ സ്പിൻഡിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ ഈ ഒരു ഡിഫറൻസ് മനസ്സിലായത് കൊണ്ട് തന്നെ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ലോ, ഓക്കെ, ഇൻ എ സിംഗിൾ സ്പിൻഡിൽ മെഷീൻ, ബട്ട് മെഷീനിങ് ആക്യുറസി ഈസ് ഹയർ ആൻഡ് ദ ടൂൾ ടൈം സെറ്റിംഗ് ഈസ് ലെസ്. ഓക്കെ, കാരണം ഇത്രയും ടൂൾസ് അല്ലെ കറക്റ്റായിട്ടുള്ള ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാം തെറ്റും. സോ setting time will tool setting time will be taken more in multi spindle automats. Okay, and tool cost is less. Tooling costs are more in multi spindle automats. Okay, so the time required to produce one job is sum of all turret operation times in a single spindle automats, and in multi spindle time required to produce one job is the time of the longest cut in any one spindle. ഒരൊറ്റ സ്പിൻഡിലുള്ള അല്ലേ ടൈം റിക്വയർഡ് ടു പ്രൊഡ്യൂസ് വൺ ജോബ് അല്ലേ, ഒരു പർട്ടിക്കുലർ ജോബ് പ്രൊഡ്യൂസ് ചെയ്യാനെടുക്കുന്ന ടൈം അല്ലേ ഇസ് ദ ടൈം ഓഫ് ദ ലോങ്ങസ്റ്റ് കട്ട് ഇൻ എനി വൺ സ്പിൻഡിൽ. ഏതെങ്കിലും ഒരു വൺ സ്പിൻഡിലുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് കട്ടിനാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ tool in turret are indexed in a single spindle automats, and workpiece held in the spindles are indexed. Okay, രണ്ടിലും തമ്മിലുള്ള വ്യത്യാസമാണ്. സിംഗിൾ സ്പിൻഡിലാണെങ്കിൽ നമ്മൾ ടററ്റിൽ വെക്കുന്ന ടൂളാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. മൾട്ടി സ്പിൻഡിൽ വർക്ക് പീസ് അല്ലേ held in the spindles are indexed because different types of spindles അല്ലേ, different numbers of spindles, right?
hope you understand the difference between a single spindle automate and a multi spindle automate, right? Okay ആണോ? സിംഗിൾ Yes, sir. സ്പിൻഡിൽ ഓട്ടോമാറ്റ് ആൻഡ് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ് ഓക്കെ ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, റൈറ്റ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണേൽ പറയാവുന്നതാണ്. അതായത് ഓരോ ഇപ്പോൾ സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ് തന്നെ ഞാൻ പറഞ്ഞു, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ്സ്. ഓക്കെ, കട്ടിങ് ഓഫ് ഓട്ടോമാറ്റിക് സ്ക്രൂ ടൈപ്പ്, സ്പെഷ്യൽ ടൈപ്സ്. അപ്പം സെമി ഓട്ടോമാറ്റിക്കിൽ തന്നെ അങ്ങനെയുണ്ട്. സെമി ഓട്ടോമാറ്റ്സ് ഇല്ലേ, സെമി ഓട്ടോമാറ്റ്സ് ദർ ആർ ടു ടൈപ്സ്, സിംഗിൾ സ്പിൻഡിൽ ആൻഡ് മൾട്ടി സ്പിൻഡിൽ. അപ്പം അതിൽ ചെക്ക് ടൈപ്പ് ഉണ്ട്, സെൻറ്റർ ടൈപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു ഇതില്ലേ, ദിസ് മച്ച് ഓഫ്. ഓക്കെ, ഒരു ഓട്ടോമാറ്റിക് ലെയ്റ്റ്സിൻ്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ സ്പിൻഡിൽ നോക്കുകയാണെങ്കിൽ ഇത്രയുണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ സ്പിൻഡിൽ ഡിഫറൻസസ് തന്നെ സെമി ഓട്ടോമാറ്റ്സ്, ഓട്ടോമാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. മൾട്ടി സ്പിൻഡിൽ, സിംഗിൾ സ്പിൻഡിലിൻ്റെ മാത്രം ഇതാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത് ടോട്ടലി. ഓക്കെ, സിംഗിൾ സ്പിൻഡിൽ ആൻഡ് മൾട്ടി സ്പിൻഡിൽ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ്സ് ഇത്രയുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അപ്പം ഇതിൻ്റെ ഡെപ്തിലോട്ട് പോവുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത്രക്കാരം വേണമെന്നില്ല. സോ വാട്ട് യു നീഡ് ഈസ് ദിസ് മച്ച്. ഓക്കെ, സെൻറ്റർ ലെയ്ത്ത് നന്നായി അറിയണം. അത് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ്, നിങ്ങൾക്ക് ഈ 5th മോഡ്യൂളിൽ ഗ്രൈൻഡിങ്ങിലാണ് അല്ലേ, ഗ്രൈൻഡിങ് ആണ് നമ്മൾ തുടങ്ങിയത്. ഗ്രൈൻഡിങ്ങിൽ തുടങ്ങി, ദെൻ വി ജസ്റ്റ് സ്റ്റഡീഡ് ഓൾ അബൌട്ട് ഗ്രൈൻഡിങ് അല്ലേ. ഗ്രൈൻഡിങ് മെഷീൻസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് എങ്ങനെയൊക്കെയാണ്, ഗ്രൈൻഡിങ് മെഷീൻസ് എങ്ങനെയൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഗ്രൈൻഡേഴ്സ്, ഡിഫറെൻറ്റ് വേസ് ഓഫ് യൂസിങ് ഇറ്റ് അല്ലേ, അതിൻ്റെ ആപ്ലിക്കേഷൻ, ആൻഡ് എങ്ങനെ ഒരു വീല് സ്പെസിഫൈ ചെയ്യും, ഗ്രൈൻഡിങ് വീലിൻ്റെ എങ്ങനെയാണ് ഗ്രൈൻഡിങ് വീൽ മാനുഫാക്ചറിങ് ചെയ്യുന്നത് കാണിച്ചു തന്നു അല്ലേ. ഗ്രൈൻഡിങ് വീലിൻ്റെ ഉപയോഗങ്ങൾ അല്ലേ, ബോണ്ടിങ് മെറ്റീരിയൽസ് എന്താണ്, റൈറ്റ്, എന്താണ് അബ്രസീവ്സ്, വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കുന്നു ഒക്കെ പഠിച്ചു. ആൻഡ് ദെൻ വി കെയിം ഇൻ ടു ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൈൻഡിങ് വീൽസ്, റെമഡീസ് ഓഫ് സം അല്ലേ ഗ്രൈൻഡിങ് വീൽസ്. ആൻഡ് നൗ അത് കഴിഞ്ഞ് നമ്മൾ ഫിനിഷിങ് ഓപ്പറേഷൻസിലോട്ട് കയറി. ഗ്രൈൻഡിങ് ഈസ് എ ബിറ്റ് ഓഫ് ഫിനിഷിങ് അല്ലേ. ഗ്രൈൻഡിങ് കഴിഞ്ഞ് ഒരു സൂപ്പർ ഫിനിഷിങ് ഓപ്പറേഷൻസിനെ പറ്റി പറഞ്ഞു, ലാപ്പിംഗ്, ഹോണിങ്, സൂപ്പർ ഫിനിഷിങ്, പോളിഷിങ്, ബഫിങ് അല്ലേ. ആൻഡ് നൗ അറ്റ് ലാസ്റ്റ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ലേറ്റ്സ് ആൻഡ് സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക് ലേത്ത്. അങ്ങനെ പറയുകയാണെങ്കിൽ മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിച്ചത്. സെൻട്രൽ ലെയ്ത്തും ക്യാപ്സ്റ്റൺ ലെയ്ത്തും ടററ്റ് ലെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം, സെൻട്രൽ ലെയ്ത്ത് ക്യാപ്സ്റ്റൺ ലെയ്ത്ത് എന്താണ്, ടററ്റ് ലെയ്ത്ത് എന്താണ്, അപ്പം അതിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണ്, അതാണ് കുറച്ച് ഡെപ്തായിട്ട് പഠിച്ചത്. നൗ വെൻ യു കം ടു ഓട്ടോമാറ്റ്സിൽ ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഞാൻ ഈ റിവിഷൻ ടൈമിൽ സംവാട്ട് വി ക്യാൻ ഗോ ഇൻ ടു ഡീപ്പ് ഇഫ് ടൈം ഉണ്ടെങ്കിൽ അല്ലെ, ടൈം പെർമിറ്റ്സ് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാം. സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ്, മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ് ഒക്കെ. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കാരണം ബിക്കോസ് ഇതിൻ്റെ ഇൻഡെപ്ത് പോയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂസിൽ നിങ്ങൾക്ക് അറിയില്ല എത്രത്തോളം വരും എന്നുള്ളത്. മോസ്റ്റ്ലി സിംഗിൾ സ്പിൻഡിൽ, മൾട്ടി സ്പിൻഡിൽ വരെ ചോദിച്ചിട്ടുണ്ട് ഡിഫറൻസസ്. സിംഗിൾ സ്പിൻഡിൽ, മൾട്ടി സ്പിൻഡിൽ ചോദിക്കാറുണ്ട്. സെൻറ്റർ ലെയ്ത്ത്, ക്യാപ്സ്റ്റൺ ലെയ്ത്ത് ചോദിക്കാറുണ്ട്. ക്യാപ്സ്റ്റൺ ലെയ്ത്ത്, ടററ്റ് ലെയ്ത്ത് ചോദിക്കാറുണ്ട്. ആൻഡ് ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക് ചോദിക്കാറുണ്ട്. ഇനി ദർ ഈസ് സംതിങ് ഫോർ യു ദാറ്റ് യു ഹാവ് ടു ഡു. ഐ വിൽ ഗിവ് എൻ അസൈൻമെൻറ്റ്, സ്ഥിരം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കൂല. അത് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ഒരു പർട്ടിക്കുലർ സാധനമുണ്ട്, സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. ഓക്കെ, സിംഗിൾ സ്പിൻഡിങ് ഓട്ടോമാറ്റിക് സ്ക്രൂ ടൈപ്പ് മെഷീൻ. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്വിസ് ടൈപ്പ് എന്താണ് പറയുക, സ്വിസ്. ഓക്കെ, ഇത് രണ്ടും
അതായത് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക്കും സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക്കും, ഇത് രണ്ടും നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ് ചെയ്യുക. ഓൾ യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് വാട്ട് ഈസ് ദിസ് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീൻ എന്താണ് എന്നുള്ളത് വരച്ച് പഠിക്കണം. വരച്ചിട്ട് ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ വേർഡ്സിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യല്ല വേണ്ടത്, നിങ്ങളുടേതായ വേർഡ്സിൽ എന്താണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്ന് പറയണം. ഓക്കെ, ദാറ്റ് ഈസ് യുവർ 5th module അസൈൻമെൻറ്റ്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, സോ അപ്പം അത് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ തരും. സോ ദിസ് യു ഹാവ് ടു ഡൂ ഇറ്റ് ഇൻ എ വെരി നീറ്റ് വേ. അതായത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനിത് കുറേ പ്രാവശ്യം എടുത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പീപ്പിൾ വിൽ സ്കിപ്പ് ദിസ് പോർഷൻ. ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്താൽ, ഞാൻ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്താൽ അത് വേണ്ട. ഓക്കെ, കാരണം ഇത് സ്ഥിരമായിട്ട് ഒരു 7 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു പോർഷനാണ് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റ് എന്ന് പറയുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ്, ആക്ച്വലി ഷുവർലി ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ്, ബട്ട് ബിഫോർ ദാറ്റ് യു ഷുഡ് ഡു ദിസ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഈ സാധനം. ഓക്കെ, എവറി വൺ ഷുഡ് ഹാവ് ദിസ്. ഇത് നിങ്ങൾക്ക് ഈ PDF ഞാൻ നിങ്ങൾക്ക് തരും. അത് കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, എൻ്റെ നോട്ടിൽ അവൈലബിൾ ആണ്, ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട്. ഓക്കെ, ആക്ച്വലി വാട്ട് ഈസ് ദിസ് പർട്ടിക്കുലർ ഓട്ടോമാറ്റ്സ് എന്ന് പറയുന്ന കാര്യം ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. എന്താണ് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റ് അല്ലെങ്കിൽ സ്ലൈഡിങ് ഹെഡ് സ്റ്റോക്ക് ഓട്ടോമാറ്റ് എന്നാണ് പറയുക. ഓക്കെ, സ്ലൈഡിങ് ഹെഡ് സ്റ്റോക്ക് ഓട്ടോമാറ്റ്. ഓക്കെ, സ്ലൈഡിങ് ഹെഡ് സ്റ്റോക്ക്. ഓക്കെ, എന്താണ് ഒരു സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റ് എന്ന് പറയുന്നത്? സ്വിസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ സ്വിസ് ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് സ്വിസ്? സ്വിസ് ബാങ്ക് എന്ന് കേട്ടിട്ടില്ലേ? ആ സർ. എന്തുകൊണ്ടാണ് സ്വിസ് ബാങ്കിനെ സ്വിസ് ബാങ്ക് എന്ന് വിളിക്കുന്നത്? സ്വിറ്റ്സർലൻഡ് അല്ലേ? സ്വിറ്റ്സർലൻഡിൽ ഡെവലപ്പ് ചെയ്ത അല്ലെ ഡിസൈൻ ചെയ്ത ഒരു ടൈപ്പ് ഓഫ് മെഷീൻ ആയതുകൊണ്ടാണ് ഇതിനെ സ്വിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്വിസ് ഓട്ടോമാറ്റിക് ലേത്ത്. അതെ, ദിസ് മെഷീൻ വാസ് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ സ്വിറ്റ്സർലാൻഡ് ആൻഡ് സോ ഇറ്റ് ഈസ് ഓഫൺ നോൺ ആസ് സ്വിസ് ഓട്ടോമാറ്റിക് ലേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മെഷീൻ ഈസ് ഓൾസോ നോൺ ആസ് സ്ലൈഡിംഗ് ഹെഡ് സ്ക്രൂ മെഷീൻ, മൂവബിൾ ഹെഡ് സ്ക്രൂ മെഷീൻ. ഓക്കെ, എന്തുകൊണ്ടാണെന്നാൽ ബിക്കോസ് ദ ഹെഡ് സ്റ്റോക്ക് ഈസ് മൂവബിൾ ആൻഡ് ദ ടൂൾസ് ആർ ഫിക്സ്ഡ്. നമ്മുടെ സാധാരണ ലെയ്ത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ടൂൾസ് നമ്മളെ ഹെഡ് സ്റ്റോക്കിലെ സാധനം മൂവ് ചെയ്യാതെ ടൂളിൻ്റെ ഭാഗം, ടറക്റ്റെങ്കിൽ ടറക്റ്റ്, ടൂൾ ഹെഡ് എങ്കിൽ ടൂൾ ഹെഡ്, ടെയിൽ സ്റ്റോക്ക് എങ്കിൽ ടെയിൽ സ്റ്റോക്ക്, ദിസ് വിൽ മൂവ്, റൈറ്റ് അല്ലേ? അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? നൗ ദിസ് സ്വിസ് ഇസ് ദാറ്റ് മൂവബിൾ പാർട്ട് എന്ന് പറയുന്ന, എന്താണ് മൂവിങ് എന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവബിൾ പാർട്ട് എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്ക് സൈഡാണ്. ഓക്കെ, സോ ദിസ് ഹെഡ് സ്റ്റോക്ക് വിൽ ബി മൂവിങ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റ് എന്ന് വിളിക്കുന്നത്. സോ യു ഹാവ് ഹൗ, എങ്ങനെ മൂവ് ചെയ്യും, എങ്ങനെ സ്ലൈഡിങ് ചെയ്യുന്നു, എന്തുപയോഗിച്ച് സ്ലൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീൻ എന്ന് പറയുന്നത്. സോ ദിസ് എക്സ്ക്ലൂസീവ് ഫീച്ചർ ഓഫ് ദീസ് മെഷീൻസ് ഈസ് ദാറ്റ് ലോങ്ങിറ്റ്യൂഡിനൽ ട്രാവൽ ഓഫ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയാം. ഓക്കെ, എക്സ്ക്ലൂസീവ് ഫീച്ചർ ഓഫ് ദീസ് മെഷീൻസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ദിസ് ലോങ്ങിറ്റ്യൂഡിനൽ ട്രാവൽ ഓഫ് ഹെഡ് സ്റ്റോക്ക് ആണ്. ഓക്കെ, ഞാൻ മനസ്സിലായില്ലേ? ഉദ്ദേശം മനസ്സിലായില്ലേ? ഈ ബാർ സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനമില്ലേ, ബാർ സ്റ്റോക്ക്. ഈ ബാർ സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള, അതായത് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക്കിൽ ബാർ സ്റ്റോക്സ് ഓക്കെ ഈ ബാർ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്, ഈ മെഷീൻസിൽ യൂസ് ചെയ്യുന്നത് വളരെ ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ബാർ സ്റ്റോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഡെവലപ്ഡ് സ്വിസ് ടൈപ്പ് സ്ക്രൂ അല്ലെ, സ്വിസ് ടൈപ്പ് സ്ക്രൂ മെഷീൻ എന്ന് പറയുന്നത്. ഇതിന് പർട്ടിക്കുലർലി ഈ ടറക്റ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. ഓക്കെ, ടറക്റ്റ് ഇല്ല. ഓക്കെ, സോ ദ സ്വിസ് ടൈപ്പ് സ്ക്രൂ മെഷീൻ ഡസ് നോട്ട് ഹാവ് എ ടറക്റ്റ്. ഓക്കെ, അപ്പം എന്തിലാണ് നമ്മൾ ടൂൾ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരും. സോ ദിസ് കട്ടിംഗ് ടൂൾസ് എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത്, അത് ശരിക്കും
ഹലോ 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 ഹലോ. എടാ ടൈമായില്ലേ? ഹലോ. ആ സാർ. കണക്ഷൻ പോയതാണ്. ഓക്കെ, സാർ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്തായാലും 11 മണിയായി. ഓക്കെ റൈറ്റ്. ഓക്കെ, അടുത്ത സാറ് വരും. ഓക്കെ, റൈറ്റ്. അറ്റൻഡൻസ് ഒന്ന് പറയൂ, ആരൊക്കെയാണ് ഉള്ളത്? ജസ്റ്റ് അറ്റൻഡൻസ് നോക്കട്ടെ. അദ്വൈത്, പ്രസന്റ് സാർ. അജയ് കൃഷ്ണ, അഖിൽ, പ്രസന്റ് സാർ. പ്രസന്റ് സാർ. അക്ഷയ് കൃഷ്ണ ടി, പ്രസന്റ് സാർ. അക്ഷയ് രാജീവ് നമ്പ്യാർ, പ്രസന്റ് സാർ. അമർനാഥ് അമർനാഥ് ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ. ക്ലിന്റ്, ദിൽജിത്ത്, പ്രസന്റ് സാർ. പ്രസന്റ് സാർ. ഗൂഗിൾ, ജിഷ്ണു, പ്രസന്റ് സാർ. ജോയൽ, ജുനൈദ്, വിനോഷ്, പ്രസന്റ് സാർ. സിനാൻ, നികേത്, പ്രണവ്, പ്രസന്റ് സാർ. പ്രസന്റ് സാർ. ഋത്തിക് ഇല്ലേ? ഋത്തിക്, പ്രസന്റ് സാർ. ഉണ്ട് സാർ. ശരത്, ശ്രീനാഥ്, ശ്രീരാഗ്, പ്രസന്റ് സാർ. സാർ ശ്രീരാഗിന്റെ നെറ്റ് കട്ടായെന്ന് പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സുലഭ്, പ്രസന്റ് സാർ. യദുകൃഷ്ണൻ കെ, യദുൽ ഹാരിസ്, പ്രസന്റ് സാർ. അരുൺ രാജ്, ജിഷ്ണു കെ വി, പ്രസന്റ് സാർ. ജിഷ്ണു സജീവൻ, പ്രസന്റ് സാർ. നീരജ്, റനീഷ്, പ്രസന്റ് സാർ. വൈശാഖ് ഇല്ലേ? വൈശാഖ് ഇല്ല അല്ലേ? വൈശാഖ്. ഓക്കെ ഓക്കെ. ഗൂഗിൾ, മുരളീധരൻ. പ്രസന്റ് സാർ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ. ഓക്കെ സാർ. താങ്ക് യു സാർ.